ദോഷങ്ങളൊഴിയണം, ദുരിതങ്ങളൊഴിയണം, തീരാതുള്ള മഹാവ്യാധികളെ തീർത്ത് അഴകുവായ സിംഹയിലും പൊന്നുമർച്ചനുണ്ടാക്കി കൊടുക്കുന്ന നാഗരാജാവനയക്ഷിയമേ തിരുനാഗംകുളങ്ങര മഹാദേവ ക്ഷേത്രം ചേർത്തല താലൂക്കിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. മഹാദേവ പ്രതിഷ്ഠയ്ക്ക് പുറമെ തുല്യ പ്രാധാന്യത്തോടെ ആരാധിച്ചു പോരുന്ന നാഗയക്ഷിയമ്മയുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. അതുകൊണ്ട് നാഗാരാധനയ്ക്ക് പ്രാധാന്യമുള്ള കേരളത്തിലെ നാഗക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ തിരുനാഗംകുളങ്ങര ക്ഷേത്രത്തിനും അവഗണിക്കാനാകാത്ത സ്ഥാനമുണ്ട്. തുലാമാസത്തിലെ ആയില്യം വിപുലമായി ആഘോഷിച്ചു വരുന്ന ക്ഷേത്രമായതുകൊണ്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അസംഖ്യം ഭക്തജനങ്ങൾ അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ഈ വർഷത്തെ ആയില്യം നാളിലും വലിയ ഭക്തജന തിരക്കായിരുന്നു. ആയില്യം നാളിൽ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് സർപ്പദോഷം മാറാനും സന്താന സൗഭാഗ്യം നേടാനും ഉത്തമമാണെന്ന് വിശ്വസിച്ചു പോരുന്നു. ഭക്തർ സർപ്പംപാട്ട്, നൂറുംപാലും, മഞ്ഞൾപ്പറ, പട്ടും മഞ്ഞളും തുടങ്ങിയ നാഗപ്രീതി വഴിപാടുകൾ നടത്തി മടങ്ങുന്നു. പ്രകൃതി ആരാധനയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് നാഗാരാധന. നാഗങ്ങളെ ആരാധിച്ചു പോരുന്ന നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. എന്നാൽ നാഗയക്ഷിയമ്മയുടെ തിരുനടയിൽ എല്ലാ ദിവസവും സർപ്പംപാട്ട് നടത്തി നാഗദോഷങ്ങൾ അകറ്റുവാൻ സൗകര്യമുള്ള ഒരേ ഒരു ക്ഷേത്രമേയുള്ളൂ. അതാണ് തിരുനാഗംകുളങ്ങര മഹാദേവ ക്ഷേത്രം. മഹാവ്യാധികളെ തീർത്ത് അഴകുവായ സിംഹയിലും പൊന്നുമർച്ചനുണ്ടാക്കി കൊടുക്കുന്ന നാഗരാജാവനയക്ഷിയമേ രണ്ട് ബലിക്കൽ പുരകളുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. കിഴക്ക് ഭാഗത്തുള്ള പ്രധാന ബലിക്കലിന് പുറമെ പടിഞ്ഞാറേ നടയിലെ ചെറിയ ബലിക്കലിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. അഷ്ടമിരോഹിണി ഉത്സവത്തിന്റെ തലേന്ന് വൈക്കം മഹാദേവ ക്ഷേത്ര ദർശനത്തിന് എത്തിച്ചേർന്ന വ്യാഘ്രപാദ മഹർഷിക്ക് ശ്രീകോവിലിൽ മഹേശ്വര ചൈതന്യം കാണാൻ കഴിയാതെ വരികയും അതിൽ വളരെയേറെ ദുഃഖിച്ച് ധ്യാനലീനനായി ക്ഷേത്രമുറ്റത്ത് ഇരിക്കുകയും ചെയ്തു അത്രേ. അപ്പോൾ തൻ്റെ ദിവ്യദൃഷ്ടിയിൽ 2 ജലാശയങ്ങൾക്കപ്പുറത്തെ ഒരു കൊടുങ്കാട്ടിലെ കുളക്കരയിൽ ശ്രീ മഹാദേവൻ തപസ് ചെയ്യുന്നത് കണ്ടു. ഭഗവത് സാന്നിധ്യം മനസ്സിലാക്കിയ വ്യാഘ്രപാദ മഹർഷി ആ ദിക്കിലേക്ക് നടന്ന് മഹാദേവന്റെ ദർശനം നേടിയെന്നാണ് ഐതിഹ്യം. വ്യാഘ്രപാദ മഹർഷിക്ക് ദർശനം കൊടുത്ത സ്ഥലമാണ് ഈ പടിഞ്ഞാറേ ബലിക്കൽ പുര.
നാഗാരാധനയുള്ള വയലാറിലെ ചില സർപ്പസങ്കേതങ്ങളിലും തുലാമാസത്തിലെ ആയില്യം വിപുലമായി ആചരിച്ചു വരുന്നു. അത്തരമൊരു സർപ്പസങ്കേതമാണ് തുകലുകാട് സർപ്പസങ്കേതം. കൊടുങ്ങല്ലൂരമ്മയുടെ നിറസാന്നിധ്യമുണ്ടെന്ന് കരുതിപ്പോരുന്ന തുകലുകാട് സർപ്പസങ്കേതത്തിലെ സംരക്ഷിത കാവിലെ നാഗദൈവങ്ങളുടെ അനുഗ്രഹം തേടി പ്രദേശവാസികളുമല്ലാത്തവരുമായ നൂറുകണക്കിന് ഭക്തർ വർഷം തോറും തുലാമാസത്തിലെ ആയില്യം നാളിൽ എത്തിച്ചേരുന്നുണ്ട്. പട്ടും മഞ്ഞളും തളിച്ചുകുട നൂറുംപാലും പോലുള്ള വഴിപാടുകൾ നടത്തി ദുരിതശമനത്തിന് നാഗത്താന്മാരുടെ മുന്നിൽ പ്രാർത്ഥിച്ച് മടങ്ങുന്നു. നാഗദൈവങ്ങളും ആരാധനാമൂർത്തികളും ഇഷ്ടദേഹങ്ങളിൽ വന്ന് ഭക്തർക്ക് അനുഗ്രഹം നൽകി ഉറഞ്ഞു തുള്ളുന്നു.